നമസ്കാരം. ബോഡി സ്കാൻ മെഡിറ്റേഷൻ ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക. എന്നിട്ട് സ്വസ്ഥമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറായി എന്ന് തോന്നുമ്പോൾ സാവധാനം കണ്ണുകൾ അടയ്ക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുക. ഞാൻ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. ഇതിനായി സമയം കണ്ടെത്തിയതിന് ഞാൻ എന്നെ അഭിനന്ദിക്കുന്നു. മനസ്സിൽ ഒരു പുഞ്ചിരിയോടെ ഞാൻ ഈ ധ്യാനം ചെയ്യുന്നതായിരിക്കും. പരിശീലനത്തിനിടയിൽ ചിലപ്പോൾ എൻ്റെ മനസ്സ് മറ്റു കാര്യങ്ങളിലേക്ക് മാറിപ്പോയേക്കാം. ശ്രദ്ധ പോയി എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ സ്നേഹത്തോടെയും കരുണയോടെയും എൻ്റെ ശ്രദ്ധ എനിക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായിരിക്കും. ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുക. തറയിലോ കസേരയിലോ സ്പർശിച്ചിരിക്കുന്ന ശരീരഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പരസ്പരം സ്പർശിക്കുന്ന ശരീരഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു കൈ വയറിനു മുകളിൽ വെച്ച് ഓരോ ശ്വാസം അകത്തേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അതിനുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെ ശ്രദ്ധിക്കുക. ഓരോ ശ്വാസവും ഒന്നിനൊന്ന് വ്യത്യാസമുള്ളതാണോ എന്ന് നിരീക്ഷിക്കുക. ചില ശ്വാസങ്ങൾ ദൈർഘ്യം കൂടിയവ ആകാം, മറ്റു ചിലപ്പോൾ ദൈർഘ്യം കുറയാം. ചിലപ്പോൾ ആഴമേറിയ രീതിയിലും മറ്റു ചിലപ്പോൾ ആഴം കുറഞ്ഞ രീതിയിലും ആയിരിക്കാം നാം ശ്വാസമെടുക്കുന്നത്. ഓരോ ശ്വാസനിശ്വാസങ്ങൾക്കും ഇടയിലുണ്ടാകുന്ന ചെറിയ ഇടവേളകൾ ശ്രദ്ധിക്കുക. ഓരോ ശ്വാസത്തെയും ഒരു പുതിയ തുടക്കമായി കാണുക. മനസ്സ് അലഞ്ഞു തിരിയുകയോ ആഴത്തിൽ ചിന്തിക്കുകയോ ഭാവിയിലേക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തേക്കാം. മനസ്സിന്റെ ആ സഞ്ചാരം തിരിച്ചറിഞ്ഞ് വീണ്ടും ശ്വാസത്തിലേക്ക് തിരികെ എത്തുക. വയറിൽ നിന്നും കൈ മാറ്റി അതിനെ പഴയ സ്ഥാനത്ത് വയ്ക്കുക. ഇനി ശരീരത്തെ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ തീരുമാനിക്കുക. അല്പനേരത്തിനുള്ളിൽ ശരീരത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. താങ്കളുടെ ശ്രദ്ധ ഇടത് കാൽപാദത്തിലേക്ക് കൊണ്ടുവരിക. ഇടത് കാൽപാദത്തിലെ പെരുവിരൽ മുതൽ ചെറുവിരൽ വരെ ഒന്നൊന്നായി ശ്രദ്ധിക്കുക. വിരലുകൾക്കിടയിൽ ഉള്ള സ്ഥലം ശ്രദ്ധിക്കുക. അവിടെ എന്താണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക.
ഇനി സാവധാനം ഇടതു കാൽപാദത്തിന്റെ അടിഭാഗം, അകം, ഉപ്പൂറ്റി, കാൽപാദത്തിലെ എല്ലുകൾ, പേശികൾ, രക്തക്കുഴലുകൾ, അങ്ങനെ ഒന്നൊന്നായി ശ്രദ്ധിക്കുക. ആ ഭാഗങ്ങളിൽ എന്താണോ തോന്നുന്നത് അവയിൽ തന്നെ ശ്രദ്ധ നിൽക്കട്ടെ. അവയെ തിരിച്ചറിയുക, അവയോടൊപ്പം നിൽക്കുക. അങ്ങനെ ഇടത്തെ കാൽപാദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പതുക്കെ മുകളിലേക്ക് സഞ്ചരിക്കാവുന്നതാണ്. കണങ്കാൽ, കാലിലെ പേശികൾ, മുട്ട്, കാൽമുട്ടിന്റെ പിറകുവശം, തുട, അങ്ങനെ ഓരോരോ ശരീരഭാഗങ്ങളായി ശ്രദ്ധിക്കുക. ഓരോ ഭാഗത്തിലെയും എല്ലുകൾ, രക്തക്കുഴലുകൾ, പേശികൾ, ഇങ്ങനെ ഓരോന്നും തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഇടതുകാലിലേക്ക് ഒരു ശ്വാസമെടുക്കുക. ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഇടതുകാലിലുള്ള എല്ലാ പിരിമുറുക്കങ്ങളും അയച്ചുവിടാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഏതാനും ശ്വാസങ്ങൾ എടുക്കുക. ഇനി ഇടതുകാൽ മൊത്തത്തിൽ ശ്രദ്ധിച്ച് വലതുകാലുമായി തുലനം ചെയ്യുക. ഇടതുകാലും വലതുകാലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓർക്കുക, ഇവിടെ ശരിയായ തോന്നലോ തെറ്റായ തോന്നലോ ഇല്ല. മറിച്ച് എന്താണോ ഇപ്പോഴത്തെ അനുഭവം അതുമാത്രം തിരിച്ചറിയുക. ഇടതുകാലിൽ നിന്നും ശ്രദ്ധ വലതുകാലിലേക്ക് മാറ്റുക. വലതുകാൽപാദത്തിലെ പെരുവിരൽ മുതൽ ചെറുവിരൽ വരെ ഒന്നൊന്നായി ശ്രദ്ധിക്കുക. വിരലുകൾക്കിടയിൽ ഉള്ള സ്ഥലം ശ്രദ്ധിക്കുക. അവിടെ എന്താണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക. ഇനി സാവധാനം വലതുകാൽപാദത്തിന്റെ അടിഭാഗം, അകം, ഉപ്പൂറ്റി, കാൽപാദത്തിലെ എല്ലുകൾ, പേശികൾ, രക്തക്കുഴലുകൾ, അങ്ങനെ ഒന്നൊന്നായി ശ്രദ്ധിക്കുക. ആ ഭാഗങ്ങളിൽ എന്താണോ തോന്നുന്നത് അതിൽ തന്നെ ശ്രദ്ധ നിൽക്കട്ടെ. അവയെ തിരിച്ചറിയുക, അവയോടൊപ്പം നിൽക്കുക. അങ്ങനെ വലതു കാൽപാദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് സഞ്ചരിക്കാവുന്നതാണ്. കണങ്കാൽ, കാലിലെ പേശികൾ, മുട്ട്, കാൽമുട്ടിന്റെ പിറകുവശം, തുട, അങ്ങനെ ഓരോരോ ശരീരഭാഗങ്ങളായി ശ്രദ്ധിക്കുക. ഓരോ ഭാഗത്തിലെയും എല്ലുകൾ,
രക്തക്കുഴലുകൾ, പേശികൾ ഇങ്ങനെ ഓരോന്നും തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി വലതുകാലിലേക്ക് ഒരു ശ്വാസം എടുക്കുക. ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ വലതുകാലിലുള്ള എല്ലാ പിരിമുറുക്കങ്ങളും അയച്ചുവിടാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഏതാനും ശ്വാസങ്ങൾ എടുക്കുക. ഇനി വലതുകാൽ മൊത്തത്തിൽ ശ്രദ്ധിച്ച് ഇടതുകാലുമായി തുലനം ചെയ്യുക. വലതുകാലും ഇടതുകാലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓർക്കുക, ഇവിടെ ശരിയായ തോന്നലോ തെറ്റായ തോന്നലോ ഇല്ല. മറിച്ച് എന്താണോ ഇപ്പോഴത്തെ അനുഭവം അതുമാത്രം തിരിച്ചറിയുക. താങ്കളുടെ ശ്രദ്ധ ഇനി നിതംബം, ജനനേന്ദ്രിയം, ഇടുപ്പ്, വയർ, നെഞ്ച്, തോളെല്ലുകൾ, തോളുകൾ, നടുവ്, മുതുക്, അങ്ങനെ ഓരോരോ ഭാഗങ്ങളിലേക്കായി നീങ്ങട്ടെ. ഇനി ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളെ ശ്രദ്ധിക്കാം. ആദ്യമായി ഹൃദയം ശ്രദ്ധിക്കുക. ഇനി ശ്വാസകോശങ്ങൾ, ആമാശയം, കരൾ, ദഹനേന്ദ്രിയങ്ങൾ, വൃക്കകൾ, മൂത്രനാളി, അങ്ങനെ ഓരോ ആന്തരിക അവയവങ്ങളെയും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇനി താങ്കളുടെ ശ്രദ്ധ ഇടതു കൈയിലേക്ക് വരട്ടെ. ഇടത് കൈവിരലുകൾ ശ്രദ്ധിക്കാം. പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, അങ്ങനെ ഓരോ വിരലുകളും ശ്രദ്ധിക്കുക. വിരലുകൾക്കിടയിലുള്ള സ്ഥലം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധ ഉള്ളം കൈയിലേക്ക് മാറട്ടെ. ഇടത്തെ മണിബന്ധം, കണങ്കൈ, കൈമുട്ട്, മുഴങ്കൈ, അങ്ങനെ കൈയുടെ ഓരോരോ ഭാഗങ്ങളും ശ്രദ്ധിച്ച് അവിടെയുള്ള ഓരോ അനുഭവങ്ങളും അനുഭൂതികളും തിരിച്ചറിയുക. ഇനി ഒരു ശ്വാസം ഇടത് കൈയിലേക്ക് കൊടുക്കുക. ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഇടത് കൈയിൽ നിന്നുള്ള എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞു വരുന്നതായി മനസ്സിലാക്കുക. താങ്കളുടെ ശ്രദ്ധ വലത് കൈയിലേക്ക് വരട്ടെ. വലത് കൈവിരലുകൾ ശ്രദ്ധിക്കാം. പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ,
അങ്ങനെ ഓരോ വിരലുകളും ശ്രദ്ധിക്കുക. വിരലുകൾക്കിടയിലുള്ള സ്ഥലം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധ വലത് ഉള്ളം കൈയിലേക്ക് മാറട്ടെ. വലത്തെ മണിബന്ധം, കണങ്കൈ, കൈമുട്ട്, മുഴങ്കൈ. അങ്ങനെ കൈയുടെ ഓരോരോ ഭാഗങ്ങളും ശ്രദ്ധിച്ച് അവിടെയുള്ള ഓരോ അനുഭവങ്ങളും അനുഭൂതികളും തിരിച്ചറിയുക. ഇനി ഒരു ശ്വാസം വലത് കൈയിലേക്ക് കൊടുക്കുക. ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ വലത് കൈയിൽ നിന്നുമുള്ള എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞു വരുന്നതായി മനസ്സിലാക്കുക. ഇനി താങ്കളുടെ ശ്രദ്ധ കഴുത്ത്, തൊണ്ട, കവിളുകൾ, താടി, ചുണ്ടുകൾ, വായ, പല്ലുകൾ, നാക്ക്, മോണ എന്നീ ഭാഗങ്ങളിലേക്ക് ഒന്നൊന്നായി പോകട്ടെ. ചെവികൾ, ചെവിക്കുട, മൂക്ക്, കണ്ണുകൾ, കൺപോളകൾ, പുരികങ്ങൾ. അങ്ങനെ മുഖത്തിലെ ഓരോ അവയവങ്ങളും ശ്രദ്ധിക്കുക. ഇനി നെറ്റി, ചെന്നികൾ, തലയുടെ പുറകുഭാഗം, ഉച്ചി. അങ്ങനെ തല മുഴുവൻ ശ്രദ്ധിക്കുക. താങ്കളുടെ തലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിൽ ഒരു സുഷിരം ഉള്ളതായി സങ്കൽപ്പിച്ച് അതിലൂടെ ദീർഘശ്വാസം എടുക്കുക. ശ്വാസനിശ്വാസങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക. ഇനി പതുക്കെ കാൽവിരലുകൾ ചലിപ്പിച്ചു തുടങ്ങാം. അതിനുശേഷം കൈവിരലുകൾ ചലിപ്പിക്കുക. ശരീരത്തിൽ എവിടെയൊക്കെ അനക്കം വേണമെന്ന് തോന്നുന്നുവോ ആ ഭാഗങ്ങൾ ഒക്കെ ഒന്നൊന്നായി പതുക്കെ ചലിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക. വലതുവശം ചരിഞ്ഞ് സാവധാനം വലതു കൈ തറയിൽ കുത്തി എഴുന്നേൽക്കുക. ഇപ്പോൾ ശരീരത്തിലും മനസ്സിലും അനുഭവപ്പെടുന്ന അവസ്ഥ ശ്രദ്ധിക്കുക. ഈ ധ്യാനം ചെയ്തതിന് സ്വയം അഭിനന്ദിക്കുക.